ശ്രീകൃഷ്ണനും ധേനുകാസുരനും. ഒരിക്കൽ കൃഷ്ണൻ്റെ ചങ്ങാതിമാർ കൃഷ്ണനോടും ബലരാമനോടും ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട ബലരാമ, അങ്ങ് മഹാശക്തനാണ്. അപാരമാണ് അങ്ങയുടെ ബാഹുബലം. പ്രിയപ്പെട്ട കൃഷ്ണ, എല്ലാത്തരം ശല്യക്കാരായ അസുരന്മാരെയും വധിക്കാൻ നീ അങ്ങേയറ്റം നിപുണനാണ്. ഇതിനടുത്ത് താലവനം എന്ന പേരുള്ള ഒരു മഹാവനമുള്ളത് നിങ്ങൾക്കറിയാമോ? അവിടെ നിറയെ പനകളാണ്. അവയിലെല്ലാം നിറയെ പഴങ്ങളുമുണ്ട്. പലതും കൊഴിഞ്ഞു വീഴുന്നുമുണ്ട്. വൃക്ഷത്തിൽ നിൽക്കുന്നവയിൽ ഏറിയ പങ്കും പഴുത്തു പാകം വന്നതുമാണ്. എന്നാൽ ധേനുകൻ എന്നു പേരായ ഒരു അസുരന്റെ ശല്യം മൂലം ആ പ്രദേശത്ത് കാലുകുത്താൻ പോലും വയ്യ. ഒരു കഴുതയുടെ രൂപം ധരിച്ചാണ് അവൻ അവിടെ കഴിയുന്നത്. അവൻ്റെ ചുറ്റിലും ഇതേ രൂപം ധരിച്ച അനവധി സുഹൃത്തുക്കളുമുണ്ട്. അവരെല്ലാം മഹാശക്തന്മാരാണ്. അതിനാൽ അങ്ങോട്ട് അടുക്കാൻ പോലും വയ്യ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം അസുരന്മാരെ നിഗ്രഹിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. നിങ്ങൾ ഒഴികെ മറ്റാരും പ്രാണഭയത്താൽ അങ്ങോട്ട് നോക്കുക പോലുമില്ല. മൃഗങ്ങൾ പോലും അങ്ങോട്ട് പോകാറില്ല. അവിടുത്തെ മരക്കൊമ്പുകളിൽ പക്ഷികൾ ഉറങ്ങാറില്ല. അവയെല്ലാം സ്ഥലം വിട്ടു. അവിടെ ഇരുന്ന് പുറപ്പെടുന്ന സൗരഭ്യം ആസ്വദിക്കാൻ മാത്രമേ സാധിക്കൂ എന്ന സ്ഥിതിയാണിപ്പോൾ. ഈ നിമിഷം വരെ മരത്തിൽ നിൽക്കുന്നതോ ഭൂമിയിൽ വീണു കിടക്കുന്നതായ ഒരൊറ്റ പഴമെങ്കിലും ആരും തിന്നിട്ടുള്ളതായി അറിവില്ല. പ്രിയപ്പെട്ട കൃഷ്ണ, ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾ ഈ ഹൃദ്യമായ സൗരഭ്യത്താൽ ആകൃഷ്ടരായിരിക്കുന്നു. പ്രിയപ്പെട്ട ബലരാമ, നമുക്കവിടെ പോയി ഈ പഴങ്ങളൊന്ന് രുചിച്ചു നോക്കാം. പഴങ്ങളുടെ സുഗന്ധം ഇപ്പോൾ സർവത്ര പരന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ മണം വരുന്നില്ലേ? കൃഷ്ണനും ബലരാമനും അവരെ സന്തോഷിപ്പിക്കാൻ ഉത്സുകരായി. സുഹൃത്തുക്കളുമൊത്ത് ഉടൻ തന്നെ അവർ വനത്തിലേക്ക് പുറപ്പെട്ടു. വനത്തിൽ പ്രവേശിച്ചതോടെ ആനയുടെ കരുത്തോടെ ബലരാമൻ വൃക്ഷങ്ങളെ മുഷ്ടി ചുരുട്ടി ഇടി തുടങ്ങി. ഇടിയേറ്റ് കുലുങ്ങി അവയിലെ പഴങ്ങൾ താഴെ വീണു. പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് ഗർദ്ധവരൂപിയായ ധേനുകാസുരൻ അങ്ങോട്ടോടി. ഓട്ടത്തിൻ്റെ ശക്തിയിൽ ആ പ്രദേശമാകെ കുലുങ്ങി. ഭൂകമ്പത്താൽ എന്ന പോലെ വൃക്ഷങ്ങളൊക്കെ ഇളകാൻ തുടങ്ങി. അസുരൻ ആദ്യം ബലരാമൻ്റെ മുന്നിലെത്തി. പിൻകാലുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തൊഴിക്കാൻ തുടങ്ങി. ആദ്യം ബലരാമൻ ഒന്നും ചെയ്യാതെ നിന്നതേയുള്ളൂ. എന്നാൽ വർദ്ധിച്ച കോപത്തോടെ കൂടുതൽ ശക്തിയായി അസുരൻ തൊഴി തുടങ്ങി. ഇത്തവണ ബലരാമൻ ഒരു കൈകൊണ്ട് കഴുതയുടെ പിൻകാലുകൾ കൂട്ടിപ്പിടിച്ച് വട്ടം കറക്കി വൃക്ഷങ്ങളുടെ മുകളിലേക്ക് ഒരേറു കൊടുത്തു. ഈ വട്ടം ചുഴറ്റലോടെ അസുരന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അടുത്തുണ്ടായിരുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പനയിലേക്കാണ് ബലരാമൻ അസുരനെ എടുത്തെറിഞ്ഞത്. അത്യന്തം ഭാരമുള്ള ആ ശരീരം ചെന്ന് വീണപ്പോൾ ആ വൃക്ഷം കടപുഴുകി മറ്റൊരു വൃക്ഷത്തിൽ വീണു. ഇപ്രകാരം അസുരൻ വധിക്കപ്പെട്ടപ്പോൾ ധേനുകന്റെ ബന്ധുക്കളും മിത്രങ്ങളും ഒത്തുകൂടി അത്യന്തം ശക്തിയോടെ കൃഷ്ണനെയും ബലരാമനെയും കടന്നാക്രമിച്ചു. തിരിച്ചടിക്കാനും സുഹൃത്തിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനും ഉറച്ചുകൊണ്ടായിരുന്നു അവയുടെ വരവ്. എന്നാൽ കൃഷ്ണനും ബലരാമനും കഴുതകളെ ഒന്നൊന്നായി പിൻകാലുകൾ കടന്നു പിടിച്ച് വട്ടം ചുറ്റിയെറിഞ്ഞു. അങ്ങനെ അസുരന്മാരെ മുഴുവൻ അവർ പനകളിലെറിഞ്ഞു കൊന്നു. കഴുതകളുടെ മൃതശരീരങ്ങൾ അവിടെ അനന്തവിശാലമായ ഒരു ദൃശ്യം സൃഷ്ടിച്ചു. ധേനുകവധത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പഴങ്ങൾ ശേഖരിക്കാൻ ആളുകൾ താലവനത്തിലെത്താൻ തുടങ്ങി. അവിടെ വളരുന്ന പച്ചപ്പുല്ലുകൾ തിന്നാൻ മൃഗങ്ങളും നിർഭയം മടങ്ങിയെത്തി. നന്ദി.